എന്നെപ്പോലെ തന്നെ പുട്ടുണ്ടാക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പുട്ടുണ്ടാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അധികം ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. എത്ര പേർക്കുള്ള പുട്ട് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം 2-3 പ്രാവശ്യം ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പൊ 2-3 പ്രാവശ്യം നമ്മൾ പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ എങ്ങനെയാണോ വെള്ളം നനച്ചിട്ടൊക്കെ പുട്ടുപൊടി റെഡിയാക്കുന്നത് അതേപോലെ നമുക്ക് കിട്ടും. എക്സ്ട്രാ വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ പുട്ടുമേക്കർ എടുത്തിട്ട് ആദ്യം നമുക്ക് അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പുട്ടുപൊടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ തന്നെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയാലും മതിയാവും. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഐഡിയ കാണിച്ചു തരാം. നമ്മൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോ 3 കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ 4-5 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂടി വെച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള പുട്ടാണ് കേട്ടാ. നിങ്ങൾ മിക്സിയിൽ കറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അതേ മെഷർമെന്റിൽ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൊടി ചേർത്ത് കൊടുക്കാം. അതല്ല കുറച്ച് ടൈറ്റ് ആയി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.